തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഭിക്ഷ ചോദിച്ചെത്തിയ വയോധികനെ തട്ടിപ്പുകാരനെന്ന് പറഞ്ഞ് റോഡിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:15 മണിയോടുകൂടിയാണ് വട്ടിയൂർക്കാവ് മഞ്ചാടിമുട് വേലൻവിളാകം ലൈനിന് സമീപത്ത് സംഭവം നടന്നത്. ഏകദേശം 65 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുന്ന തമിഴും കന്നഡയും കലർന്ന ഭാഷയിൽ സംസാരിക്കുന്ന വയോധികനെയാണ് ഓട്ടോ ഡ്രൈവർ തട്ടിപ്പുകാരനെന്നാരോപിച്ച് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വയോധികൻ മലയാളത്തിലുള്ള ലഘുലേഖയുമായി സമീപത്തുള്ള വീടുകളിൽ കയറി ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് ഭിക്ഷയാചിക്കുകയും തുടർന്ന് നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ സമീപത്തു നിന്നും ഓട്ടോ ഡ്രൈവറോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു. ഇയാൾ വയോധികന്റെ കയ്യിൽ നിന്നും ലഘുലേഖ വാങ്ങുകയും ഉച്ചത്തിൽ ചോദ്യം ചെയ്യുകയും തുടർന്ന് തട്ടിപ്പുകാരനെന്ന് പറഞ്ഞ് സദാചാര പോലീസ് ചമഞ്ഞ് മർദ്ദിക്കുകയുമായിരുന്നു. സംഭവം നടന്നയുടൻ തന്നെ വയോധികൻ ഭയത്താൽ സ്ഥലം വിട്ടു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഓട്ടോ ഡ്രൈവറുടെ സമീപത്ത് അയൽവാസികളായ 2 പേർ നിൽപ്പുണ്ടായിരുന്നു. അവർ വയോധികനെ മർദ്ദിക്കുന്ന സമയം ഓട്ടോ ഡ്രൈവറെ വിലക്കുകയോ പിടിച്ചുമാറ്റുകയോ ചെയ്തില്ലെന്നും ആരോപണമുയരുന്നു. സംഭവം നടന്ന സമയം പേര് വെളിപ്പെടുത്താത്തയാൾ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുകയും വട്ടിയൂർക്കാവ് പോലീസിന് കൈമാറുകയുമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോ ഡ്രൈവറെ മനസ്സിലാക്കിയതായും ശനിയാഴ്ച ഏറെ വൈകി ഓട്ടോയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തതായും സൂചനകളുണ്ട്. എന്നാൽ സംഭവത്തിൽ പരാതി ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുക്കാൻ വൈകുമെന്നാണ് അറിയുന്നത്. വയോധികനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വട്ടിയൂർക്കാവ് പോലീസ് അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.